ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 21 ഇടങ്ങളിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, കേരളം ഈ 4 സംസ്ഥാനങ്ങളിലായി 21 ഇടങ്ങളിൽ ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. വിവിധ പ്രതികളുടെ വീടുകളിലും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലുമൊക്കെ തന്നെ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നു. പുറത്ത് ലഭിക്കുന്ന വിവരപ്പോൾ ആ പരിശോധന നടക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, സംസ്ഥാനത്തിനകത്തേക്ക് വന്നാൽ, കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് 3 സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ആറന്മുളയിൽ, അതേപോലെ മറ്റു പ്രതികളുടെ വീടുകളിലൊക്കെ, ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ മുരാരി ബാബുവിന്റെ വീട്ടിലൊക്കെ ഒരേ സമയം ഇഡി പരിശോധന നടത്തുന്നത്. അങ്ങനെ ഒടുവിൽ ഇഡിയും രംഗത്തിറങ്ങി കഴിഞ്ഞു കേട്ടോ. കേരളത്തിലെ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് പൊട്ടിക്ക് ഗംഭീരാക്കും. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയൊന്നും എവിടെ എത്തില്ല അന്വേഷണം കേട്ടോ. കാരണം ഈ SIT അന്വേഷണത്തിൽ ഒരു തുമ്പും ഇതുവരെ കിട്ടാതെ അവർ കുറേ പേരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കിയിട്ടുണ്ട്. 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടിയപ്പോൾ ഒരാൾക്ക് പോറ്റിക്ക് ആദ്യത്തെ കേസിൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ വലിയ താമസമില്ലാണ്ട് പല കേസുകളിലും അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങും. അപ്പോഴേക്ക് പക്ഷേ ഇഡി കാത്ത് നിൽക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ സെലക്റ്റീവാണ് കേട്ടോ. അതൊക്കെ ഈ ചില ആൾക്കാരുടെ താല്പര്യം അനുസരിച്ചിട്ട് മാത്രമേ അറസ്റ്റ് നടക്കൂ. തന്ത്രിയെ ഇതേവരെ തൊട്ടിട്ടില്ല എന്നാണ് കേൾക്കണത്. അവിടെ പോയിട്ട് ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറയുന്നു. 2021 തെരഞ്ഞെടുപ്പിലും ഇതേപോലെ ED, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ പരക്കം പായിരുന്നു. തലങ്ങും മെലങ്ങും ഒക്കെ. ഇപ്പം പിണറായിയെ പിടിക്കും, മന്ത്രിസഭാംഗങ്ങളെ പിടിച്ചു, അവരെല്ലാം കൂട്ടത്തോടെ ജയിലിലേക്ക് യാത്രയാകുകയാണെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വലിയ തോതിൽ കൊണ്ടാടിയതാണ്. പക്ഷെ ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭാരതപ്പുഴയുടെയും പമ്പയാറിലൂടെയും എത്ര വെള്ളം ഒഴുകിപ്പോയി. 5 കൊല്ലം വീണ്ടും പിണറായി തന്നെ ഭരിച്ചു എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ ആ വക കെണിയിലൊന്നും അന്ന് വീണില്ല. പക്ഷേ ഇന്ന് കാര്യങ്ങളാകെ മാറി മറിഞ്ഞിട്ടുണ്ട്. SIT അന്വേഷണം തുടങ്ങിയിട്ട് തന്നെ 90 ദിവസം കഴിഞ്ഞു. ആ 90 ദിവസം കഴിഞ്ഞപ്പോൾ SIT കാര്യമായിട്ട് എവിടെ എത്തിയിട്ടില്ല. എവിടെ എത്തി, എന്തെത്തി, അവിടെ വെട്ടി, ഇവിടെ തിരുത്തി, കുറേ ആൾ അവിടെ കൊടുത്തു, അവിടെ ഉരുക്കി എന്നെല്ലാം മറിഞ്ഞു എന്നല്ലാണ്ട് ഒരു 10-13 പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഒരു കൺക്ലൂഷനിലെത്താൻ അത് SITക്ക് സാധിച്ചിട്ടില്ല. എല്ലാം ഉണ്ട്, തൃപ്തിപ്പെടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിൽ ആ കേസ് എവിടെ എത്തി നിൽക്കുന്നതായിട്ട് നമുക്കറിയില്ല. സ്വാഭാവിക ജാമ്യം കിട്ടിയവരൊക്കെ പുറത്തിറങ്ങും. പക്ഷേ ED പിടിച്ച് മിക്കവാറും വീണ്ടും അറസ്റ്റ് ചെയ്യും. പിന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന കാര്യമൊക്കെ അതൊക്കെ അവിടുത്തെ താല്പര്യം അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ അതൊക്കെ EDയുടെയൊക്കെ നമുക്കറിയാമല്ലോ വിശ്വാസ്യതയൊക്കെ എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത്. എന്തായാലും ഇലക്ഷൻ വരെ ഇതൊരു പൂരമായിരിക്കും, പൊട്ടിപൂരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം അത് മാത്രമല്ല കേട്ടോ, നമ്മളെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് നമ്മളെ ഇവിടുത്തെ മാധ്യമങ്ങൾ വഴിതിരിച്ചു വിടും. ഇത്തരം വിഷയങ്ങൾ നമ്മളെ കുടുക്കിയിടും. നമ്മുടെ ബുദ്ധിയെ മറ്റൊരു വിധത്തിലും ആലോചിക്കാനായിട്ടും നമുക്ക് അർഹതപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഇവർ നിഷേധിക്കും. ഈ നാട്ടിലെ വികസനവും മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ എന്താണ് ഇനി അവന് ആവശ്യമുള്ളത്, അവൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഏത് ഗവൺമെൻറ്റാണ്, ആര് വന്നാലാണ് നല്ലത് ചെയ്യുക എന്നൊന്നും ചിന്തിക്കാനായിട്ട് നമ്മളെ ഇവർ ഒരു അവസരവും തരില്ല. അവർ നമ്മളൊരു രാഷ്ട്രീയം പറയുകയില്ല. അവർ പറയുന്നത് വിശ്വാസമായിരിക്കും, മതമായിരിക്കും, ജാതിയായിരിക്കും. ഇപ്പം തന്നെ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഒരു പക്ഷത്ത് ന്യൂനപക്ഷ പ്രീണനവും മറുപക്ഷത്ത് ഭൂരിപക്ഷ പ്രീണനവും എന്നുള്ള 2 ചേരികളായിട്ട് കേരളം നമ്മൾ അറിയാതെ തന്നെ വഴിപിരിയുന്ന ഒരു അപകടകരമായ സൂചന ഇപ്പോൾ തന്നെ നിലവിൽ വന്നു. ഇതിനു മുമ്പൊന്നും കേരളം ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ ഒരു തെരഞ്ഞെടുപ്പിലും കടന്നു പോയിട്ടില്ല. ഇവിടെ മനുഷ്യൻ പല ജാതിയിലും മതവിഭാഗത്തിലും വിശ്വാസത്തിലൊക്കെ പെട്ടവരാണെങ്കിലും അവനെ കോർത്തിണക്കുന്ന വലിയൊരു മതേതരത്വവും ഇടതുപക്ഷ സ്വഭാവവും നമ്മുടെ മനുഷ്യ മനസ്സിലുണ്ടായിരുന്നു. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. എല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ആർക്കെന്ത് പ്രശ്നം വന്നാലും ഒത്തൊരുമിച്ച് നിൽക്കാനുള്ള ഒരു മാനുഷിക പരിഗണന, എല്ലാത്തിനും മുകളിൽ മനുഷ്യനാണെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിച്ചിരുന്നെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടം വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാകളം മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സർവ്വ ലക്ഷണങ്ങളും ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഓരോ മനുഷ്യരെയും ഓരോ മതവിഭാഗമായും ജാതിയായും ഉപജാതിയായും എല്ലാം കണ്ട് വേർപിരിക്കാനുള്ള വല്ലാത്ത ആസൂത്രിത ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. അത് ഓരോ രാഷ്ട്രീയ കക്ഷികളും അതിന് ഉത്തരവാദികളാണ് എന്ന് നമുക്കിവിടെ പറയേണ്ടി വരുന്നതിൽ വലിയ സങ്കടമുണ്ട്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വിഷയം എന്ന് പറയുന്നത് കേരളമോ കേരളത്തിൻ്റെ വികസന സാധ്യതകളോ ആയിരിക്കില്ല. വിശ്വാസവും മതവും ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എന്ന ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്ന്
നമ്മുടെ തലയ്ക്കകത്തെ ബുദ്ധിയിലേക്ക് ഈ വിഷം കുത്തിക്കയറ്റി നമ്മളെ വോട്ടവകാശം നടത്താൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അതുമാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കേരളവും 2026 എത്തിപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.